അപ്പൊ നോമ്പ് വന്നാൽ പിന്നെ ഇതെന്തായാലും നിർബന്ധമാണല്ലേ, നോമ്പ് തുറക്ക്. ഇതെന്തായാലും നല്ലൊരു സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിൽ നല്ല വെള്ളം ഉണ്ടാവും ഇത് കഴിച്ചാൽ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബത്തക്കന്റെ വെള്ളമൊക്കെ കലക്കുമല്ലോ, പഞ്ചസാര ഇടാതെ അങ്ങനെ കലക്കി കുടിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് പീസാക്കിയിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് ഇന്നലെ മിഞ്ഞാന്ന് നോമ്പ് തുടങ്ങി അന്ന് മുതലേ വത്തക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നുണ്ട്. ഇന്നൊരു കുഞ്ഞു വത്തക്കയാണ്, എന്നാലും നമുക്ക് ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. കത്തിയാണെങ്കിൽ മുറിച്ചില്ലല്ലോ. പത്തിരിയൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം രാവിലെ തന്നെ പത്തിരിയൊക്കെ പരത്തി വെക്കും. അതുപോലെ കറി വെക്കാനൊക്കെ നേരത്തെ കിട്ടുകയാണെങ്കിൽ അതും അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. പിന്നെ നമുക്ക് ബാക്കി ഇങ്ങനത്തെ കുറച്ച് പണികളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നത് അതാണ് ഒന്നും കൂടി എളുപ്പം. മറ്റേത് എല്ലാതും കൂടി നമ്മൾ ആ ഒരു സമയത്ത് വെച്ചിട്ട് എടുക്കണ്ടേ. അങ്ങനെ ബത്തക്കൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഓരോന്ന് ഇങ്ങനെ ടേബിളുമ്മ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ് കേട്ടോ. ഒരുപാട് വിഭവങ്ങളൊന്നും ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കലില്ല കേട്ടോ. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കലുള്ളൂ. കാരണം എന്താ വെച്ചാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആരൊന്നും കഴിക്കൂല. ഒരു നാരങ്ങ വെള്ളമോ ജ്യൂസോ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ വയറ് ഫുള്ളാവും. പിന്നെ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കുകയാണ് അല്ലേ. നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കണതൊക്കെ നമ്മൾ കഴിക്കുന്നു. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാലോ ഒരു വെള്ളമോ ഒരു ജ്യൂസോ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറ് നിറഞ്ഞു അല്ലേ. പിന്നെ ബാക്കിയൊക്കെ വേസ്റ്റ് ആവുകയാണ്. പിറ്റേ ദിവസം നോമ്പാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നോമ്പിനാണ് നമ്മൾ ആവശ്യമില്ലാതെ കളയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അതാ എല്ലാം ടേബിളിൽ എത്തിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ സമയമായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ.